ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് അറിയോ? ഗൂഗിൾ പ്ലേ സ്റ്റോറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മളൊരു പുതിയൊരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ മൊബൈൽ 2-3 കൊല്ലങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളൊരു പുതിയ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അതിൽ ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. അപ്പോൾ ഒട്ടനവധി ആപ്പുകൾ നമുക്ക് ആവശ്യമുള്ളതും അതുപോലെ ഗെയിമുകളായിക്കോട്ടെ ഇതുപോലത്തെ ആവശ്യമുള്ള ഒരുപാട് ആപ്പുകൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ആഡ് ചെയ്ത് വെക്കും. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യും, പുതിയ നല്ല നല്ല ആപ്പുകൾ വരുമ്പോൾ പഴയ ആപ്പുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അൺഇൻസ്റ്റാൾ ആക്കി കളയുകയാണ് സ്വാഭാവികമായിട്ട് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ നിങ്ങൾ കരുതും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അത് ഫുള്ളായിട്ട് പോയി എന്ന്. പക്ഷെ അത് ഒരിക്കലും എവിടെയും പോയിട്ടില്ല. നിങ്ങളുടെ മൊബൈലിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കിടക്കുന്നുണ്ട്. അത് ഞാൻ ഇന്ന് സ്ക്രീൻ റെക്കോർഡ് പ്രൂഫ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരും. അതുകൂടാതെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സെർച്ച് ചെയ്ത പല ആപ്പുകളും കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. ആ സെർച്ച് ചെയ്ത ലിസ്റ്റ് നിങ്ങൾ ഡിലീറ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ആവുന്നില്ല എന്ന പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എങ്ങനെ ഡിലീറ്റ് ആക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നിങ്ങളുടെ പ്ലേ സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിന് മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈൽ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസ് ഇതാണ്. അപ്പോൾ ഇവിടെ തന്നെ കാണും മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ മാനേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്പുകളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾ മുകളിൽ കാണുന്ന ദിസ് ഡിവൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് താഴെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൽ നോട്ട് ഇൻസ്റ്റാൾഡ് എന്നത് കാണാൻ പറ്റും താഴെയായിട്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങൾ മൊബൈൽ എടുത്തതിന് ശേഷം നിങ്ങൾ എത്രയൊക്കെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതിനുശേഷം അൺഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് പെർമനന്റ് ആയി ഡിലീറ്റ് ആക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഓരോന്നും ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഡിലീറ്റ് ബട്ടൺ കണ്ടോ, നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റിമൂവ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത ഓരോ ആപ്പുകളും പെർമനൻ്റായി ഇതിൽ നിന്ന് ഡിലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഗെയിംസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഒരുപാട് ഗെയിമുകളും ഇതിൽ കാണാൻ പറ്റും. അതും അതേ രീതിയിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം റിമൂവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ബാക്കോട്ട് പോവുക. രണ്ടാമതായി ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ ആ സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മളൊന്ന് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുമ്പ് സെർച്ച് ചെയ്ത റീസെന്റ് സെർച്ചസ് എന്നുള്ളതിൽ നമ്മൾ മുമ്പ് സെർച്ച് ഹിസ്റ്ററികളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത് ഡിലീറ്റ് ആക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ആക്കേണ്ട ഓപ്ഷൻ ഒന്നും ഇവിടെ കാണില്ല. അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നിങ്ങൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ തന്നെ കാണുന്ന ജനറൽ എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ കാണുന്ന അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി എന്നതിന് താഴെയായിട്ട് ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾ ക്ലിയർ ഹിസ്റ്ററി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുമ്പ് നിങ്ങൾ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററികളും അവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ശേഷം നിങ്ങൾ അത് ചെക്ക് ചെയ്യാനായി ഒന്ന് ബാക്കോട്ട് പോയി നിങ്ങൾ സെർച്ച് ബാറിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ മുമ്പ് സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററികളും ഇവിടെ നിന്ന് ക്ലിയർ ആയി പോയത് നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ പ്ലേ സ്റ്റോറിന്റെ പ്രധാനപ്പെട്ട 2 സെറ്റിംഗ്സുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. കൂട്ടുകാർക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.